വൈക്കം ടി.വി.പുരത്തെ രാജഭരണകാലത്ത് സ്ഥാപിച്ച വിളക്കുമാടത്തുരുത്ത് സംരക്ഷിക്കാൻ നടപടിയാകുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് വിളക്കുമാടത്തുരുത്ത് സന്ദർശിച്ചു. വിളക്കുമാടത്തുരുത്തിലേക്ക് തൂക്കുപാലം പണിയാൻ നടപടിയെടുക്കുമെന്നും കായലോരത്ത് വള്ളക്കടവ് നിർമ്മിച്ച് വിനോദസഞ്ചാരത്തിന് തുരുത്തിനെ സജ്ജമാക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. ദേവസ്വം ബോർഡുമായി ആലോചിച്ചാവും ദേവസ്വം സ്ഥലത്തുള്ള വഴിയിലടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോട് സ്ഥലം സന്ദർശിച്ച് വിശദമായി റിപ്പോർട്ടും എസ്റ്റിമേറ്റും തയ്യാറാക്കി തുരുത്തിനെ സംരക്ഷിക്കാനാണ് നീക്കം. രാജഭരണകാലത്ത് കായൽ യാത്രയിൽ ദിശാസൂചകമായാണ് ഇവിടെ വിളക്കുമാടത്തുരുത്തുണ്ടായിരുന്നത്. തേക്കിൽ തീർത്ത കാവൽപ്പുരയും വിളക്കുകാലും സംരക്ഷിക്കാതെ നശിച്ചു. തുരുത്ത് കല്ല് കെട്ടി സംരക്ഷിച്ച് തൂക്കുപാലം നിർമ്മിച്ച് വിനോദസഞ്ചാര മേഖലയിൽ വൈക്കത്തിന് മുതൽക്കൂട്ടാക്കാനാണ് നീക്കം. ഏറെക്കാലമായി അവഗണിക്കപ്പെട്ട നാടിൻ്റെ ആവശ്യത്തിനാണ് മോൻസ് ജോസഫിൻ്റെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സ്ഥലം സന്ദർശിച്ച മോൻസ് ജോസഫ് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷമാണ് വിളക്കുമാടത്തുരുത്ത് സംരക്ഷിക്കുവാൻ നടപടിയെടുക്കുമെന്ന് അറിയിച്ചത്. വിളക്കുമാടത്തുരുത്ത് സന്ദർശിക്കുന്ന ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മീറ്റിംഗ് കൂടിയായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഏറെക്കാലമായി സംരക്ഷിക്കപ്പെടാതെ കിടന്ന വിളക്കുമാടത്തുരുത്ത് തീരമിടിഞ്ഞ് കായലെടുക്കുന്ന സ്ഥിതിയിലായിരുന്നു. വൈക്കം MLA കെ ബിനിമോൻ്റെയും UDF നേതാക്കളുടെയും ആവശ്യപ്രകാരമായിരുന്നു മന്ത്രി മോൻസ് ജോസഫ് ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് വിളക്കുമാടത്തുരുത്ത് സന്ദർശിച്ചത്. വിളക്കുമാടത്തുരുത്ത് സംരക്ഷിക്കപ്പെട്ടാൽ ഒരു ചരിത്ര സ്മാരകം കൂടിയാകും പുതുതലമുറയ്ക്ക് മുന്നിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.